ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് വൃത്തിയിൽ അയച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇപ്പം ഓരോ കമ്പനിക്കും ഓരോ കാറ്റഗറിയാണ്. കമ്പനീൻ്റെ റൂൾസ് എന്താണ്, അത് ഫോളോ അപ്പ് ചെയ്താലേ നമുക്ക് കാര്യം നടക്കും. നമ്മൾ വെറുതെ സമയം പോക്കിനും നേരം പോക്കിനല്ല നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതും എൻ്റെ സമയത്ത് ഞാൻ നിങ്ങളെപ്പോഴും ചിലവാക്കുന്നതും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം നിലവിലിപ്പം വരുന്ന ജോലികൾക്ക് എനിക്ക് ഡോക്യുമെൻറ്റ്സ് വേണ്ടുന്നത്, നിങ്ങൾ ആദ്യം എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ജോലിയിലാണ് നിങ്ങൾ നോക്കുന്നത്, ആ ഒരു നിയത്തിൽ നിങ്ങൾ എന്താക്കുക, CV ഉണ്ടാക്കുക, നിങ്ങളതായിട്ടുള്ളൊരു ബയോഡാറ്റ ഉണ്ടാക്കുക. ഞാൻ ഡ്രൈവറാണ്, ഞാൻ എൻജിനീയറാണ്, അല്ലെങ്കിൽ ഞാൻ പെയിൻറ്ററാണ്, ഞാൻ ബെൽഡറാണ്, ചെയ്യുന്ന ഒരു ജോലി മാത്രം നിങ്ങൾ അതിൽ വെച്ചാൽ മതി. നിങ്ങൾ കുറേ ബെൽഡർ, പെയിൻറ്റർ, പിന്നെ ഡ്രൈവർ, എന്താ പറയുക, പിന്നെ കാർപ്പൻറ്റർ എല്ലാം വെക്കണ്ട. സോ നിങ്ങൾ ടാലൻ്റായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ച് വെച്ചാൽ മതി. ആ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് അത് സ്കാൻ ചെയ്ത് നിയർ ബൈ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ കഫേലോ പോയാൽ, കമ്പ്യൂട്ടർ ഷോപ്പിലോ പോയാൽ അവർ വൃത്തി ചെയ്ത് തരും. 50 100 കൊടുത്താൽ പോലെ നല്ല വൃത്തിയിൽ അവർ ചെയ്തു തരും. സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി സ്കാൻ ചെയ്യുക, പിന്നെ അറ്റാച്ച് ചെയ്ത് വെക്കുക. പിന്നെ എന്താക്കുക, നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പോൾ നിങ്ങൾ ഡ്രൈവറായിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് സൗദിയിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇനിയിപ്പോൾ കുവൈത്തിലാണ് അത് വെക്കാം. ഇനി നാട്ടിലത്തെ ഡ്രൈവർ, അതായത് ഫ്രഷേഴ്സ് ഡ്രൈവറിന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ, നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ജോലിയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക, അപ്ലൈ ചെയ്യാം, അത് അതിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ എന്താക്കാം, നിങ്ങളെ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ജോലി പഠിച്ചിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യമെല്ലാം ഉണ്ടാവുമല്ലോ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതും നിങ്ങൾ എടുത്ത സർട്ടിഫിക്കറ്റ് ബിരുദങ്ങളെല്ലാം ഉണ്ടാവും, അതെല്ലാം അതിൽ ആഡ് ചെയ്യുക. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മിനിമം 10ാം ക്ലാസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും കൂടി അറ്റാച്ച് ചെയ്യാം. ഇതെല്ലാം ലൈഫിൽ ഒരിക്കലും നമ്മൾ നോക്കുമോ, ഒരിക്കലും ചെയ്യണ്ടോ? ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ പെട്ടിയിൽ വെച്ചിട്ട് എന്താക്കാറ്? ഇതെല്ലാം തരുന്നത് എന്തിനാണെന്ന് പറയും, ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം പുരക്ക് പെട്ടിയിൽ വെക്കാനല്ല തരുന്നത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. നമുക്ക് ചെറുതിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റെല്ലാം അറ്റാച്ച് ചെയ്തൊക്കെ വിട്ടേ, ഓക്കെ, അതെല്ലാം നമുക്കൊരു പ്രയോജനമാണ്, അതിലൊരു ഗുണമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഒറ്റ PDF ആക്കിയിട്ട് നിങ്ങളെന്താക്കാൻ അയച്ചു തരാം, ഒറ്റ PDF-ൽ. അതുകൊണ്ട് ഒരു CV വേറൊരു PDF-ൽ, പാസ്പോർട്ട് വേറെ PDF-ലാക്കിയിട്ട് നിങ്ങൾ അയച്ചു തരണ്ട, അതിനെക്കൊണ്ട് കാര്യമില്ല, അത് നടക്കില്ല. കാരണം നിങ്ങൾ അനക്ക് അയച്ചു തന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ഞാനിതൊരു കമ്പനിക്ക് ഫോർവേഡ് ചെയ്താലല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ആ കമ്പനി ഇത് കണ്ടാലല്ലേ ഈവൻ നമുക്ക് പറ്റിയ ആളാന്ന് തോന്നണ്ടേ. അപ്പോൾ നമ്മൾ ഒരാൾക്കൊരു സാധനം നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു സംഗതി പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ കൊടുക്കുന്ന ആ രീതിയിലിരിക്കും അത് സ്വീകരിക്കൽ. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു കാണാൻ മൊഞ്ചുണ്ടെങ്കിൽ എന്താക്കും, ആൾക്കാരെ സ്വീകരിക്കൂലേ? അതുപോലെ തന്നെ അവസ്ഥ. ഇപ്പോൾ അത് നമ്മളെ കരിയറിലെ വേണ്ടപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് നമ്മളെല്ലാവരും വിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല കമ്പനിയിലേക്കുള്ള ഓഫർ ഉണ്ട്. നമ്മളിത് പേടിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എല്ലാം എന്താ പറയുക കാത്തു നിന്നിട്ടില്ലാന്ന് നമ്മളിങ്ങനെ ഏടി എത്താണ്ടായി പോകാൻ. ഇവിടുത്തെ റൂളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ മാത്രമേ, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രമേ വിസ പ്രോസസ്സിംഗ് ഉള്ളൂ. നമുക്ക് ഒറ്റ ആൾക്കാരെല്ലാം കെയർ ഓഫ് ബൈയിൽ നമുക്ക് വിസയെല്ലാം കിട്ടും. എല്ലാ കമ്പനിയിലേക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഏജൻസിക്കാണ് വിസ കൊടുക്കുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ ഏജൻസിയിൽ, നാട്ടിലെ ഏജൻസി നിലവിൽ സർക്കാരിന് ടെൻഡർ കൊടുത്തിട്ട്, കോടികൾ ടെൻഡർ കൊടുത്തിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അവർ പിന്നെയും ഇവിടുത്തെ സൗദിയിലെ ഏജൻസിക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വിസ ഇവിടുന്ന് നാട്ടിലേക്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ സൗദിയിലുള്ള ഏജൻസിയിൽ നിന്ന് ഒരു വിസയ്ക്ക് ഇത്ര എമൗണ്ട് വെച്ചിട്ട് ഇവിടുത്തെ ഏജൻസികൾ ഇവിടുന്ന് എംബസി കൺസൾട്ടിങ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു വിസക്ക് 90,000 1,10,000 എന്നെല്ലാം പറയുമ്പം ഇത് മൊത്തം എന്താ പറയണ്ടേ, ട്രാവൽസുകാരായാലും എല്ലാവരും ഒരു കമ്മീഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന എനിക്കൊരു പെർസെൻറ്റേജ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഒരു കാര്യം കണ്ടിട്ടില്ല പണിയെടുക്കും. ഓക്കെ, അപ്പോൾ എന്താക്കുക, ഇതിൽ കുറേ ഇതിൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മാത്രം അതിനെന്താ ഒരു ഡ്രൈവർക്ക് ഇതിന് 1 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെ കരിയറിനെ സ്പോയിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വിശ്വാസമുള്ള അടുത്ത ആൾക്കാരെടുത്ത്, ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് തന്നെ തരണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള
പിന്നെ ട്രാവൽസ് ആണെങ്കിലും ഇനി എന്തെങ്കിലും ജോബ് വേക്കൻസി വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഈ ഏജൻസി ത്രൂ വരുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ പണി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ശമ്പളം ഒരാൾക്കിപ്പോൾ 1500 ശമ്പളത്തിന് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ 2000 ശമ്പളത്തിന് വരുന്നത്, നിങ്ങൾക്ക് റൂമുണ്ട് ഫുഡില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുക. 1500 ശമ്പളം സൗദീൻ്റെതാണെങ്കിൽ ഇത്ര, നാട്ടിലെ പൈസ ഇത്ര, അപ്പോൾ എൻ്റെ ചിലവിൻ്റെ പൈസ ഇത്ര, ഫുഡിന് ഇത്ര പൈസയാവും. ഇതും കഴിച്ചിട്ട് എനിക്ക് എത്ര പൈസ നാട്ടിലയക്കാൻ വേണ്ടി പറ്റും, ടാർഗറ്റ് വെക്കുക. ഫസ്റ്റത്തെ 2 വർഷം പുതുതായിട്ട് വരുന്ന ആൾക്കാരോടാണെങ്കിൽ, ഫ്രഷേഴ്സായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റത്തെ 2 കൊല്ലം നിങ്ങൾ എന്താ പറയുക സമ്പാദിക്കാന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വരരുത്. ഓക്കെ, നിങ്ങളിവിടെ ഒന്ന് ബേസ് ആകുക എന്നുള്ള ഒരു നിയത്തിൽ വരിക. പക്ഷെ ആ നിയത്തിൽ എന്താണോ നമ്മളെ ചിലവും കാര്യം നടന്നു പോകണം. പക്ഷെ നമുക്കിവിടെ ഈ 2 വർഷം കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസും ആകണം. ആ ഒരു നിയത്തിൽ വരണം. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഗൾഫിൽ വന്ന് സമ്പാദിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഏജൻസിയിൽ 1 ലക്ഷം 2 ലക്ഷം എല്ലാം കൊടുത്തിട്ട് ഓടിയുടെ വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളവും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്താണ് നാട്ടിലേക്ക് ഒരു മാസത്തിൽ 20,000 റുപ്യ 15,000 റുപ്യ അയക്കാൻ പറ്റും. അന്നേരം നമ്മൾ കാൽക്കുലേഷൻ മൊത്തം തെറ്റും. അപ്പോൾ എന്താക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് നമ്മളൊന്ന് ബേസ് ആകുക. ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ ഡയറക്റ്റ് ആദ്യമായിട്ടൊരു കമ്പനിയിലേക്ക് വന്നാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കമ്പനിയിലേ പോകും. മനസ്സിലായി? നമ്മൾ പിന്നെ കമ്പനി ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ജോലി മാറി പോകും. ഒരു ഹൗസ് ലേബറിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒന്ന് മറികടക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഇതേമാതിരി കമ്പനിയിലേക്കെല്ലാം 1 ലക്ഷമോ 1,10,000 20,000 ഒന്നര കൊടുത്ത് ചിലവാക്കി വന്നാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് നമുക്കതിന് ഗുണമുണ്ട്. അന്ന് ചിലവാക്കി നോക്കണ്ട, പിന്നെ അതിന് കാര്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോ ജോലി വേക്കൻസിയിലും ഓരോ കാര്യങ്ങൾ പറയുമ്പം അതനുസരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടണം. ആ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ പറയും, എനിക്കൊരു CV എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് അയക്ക്, നിങ്ങൾ വണ്ടി ഓടിക്കുന്നതും നിങ്ങളായിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷനിലൊരു വീഡിയോ അയക്ക്, ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ അയക്ക്, വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നതാണ്. അതെല്ലാം പെട്ടെന്ന് മാത്രം അത് 2 സെറ്റാക്കിയിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ ഓക്കെ. ഞാൻ ഓരോ വീടിൻ്റെ ഉള്ളിലും ഞാൻ പറയുന്നുണ്ട് ഇത്ര പൈസയാകും, വിസയ്ക്ക് ഇത്ര പൈസ ഉണ്ട്, ഇത്ര ചിലവുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വരിക, എന്താക്കുക എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് തരിക. പിന്നെ എനിക്ക് എന്താക്കുക നിങ്ങളുടെ ഡയറക്റ്റ് അപ്പുറം അയച്ചു കൊടുക്കുക വേണ്ടു. നിങ്ങളിത് പിന്നെ അതിൽ പിന്നെയും കുറേ സംശയം ചോദിച്ച് കുറേ ഇതാക്കി കുറേ ഇപ്പുറം മെസ്സേജ് അയച്ച് ഇത് നടക്കില്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ ഡിലേ, ആവശ്യക്കാർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. മെസ്സേജ് സത്യം പറഞ്ഞാൽ അത്രയും മെസ്സേജസ് ഉണ്ട്. ഞാൻ തമാശ പറയുന്നില്ല, നോക്കി നിങ്ങളിതാ ഇതൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത മെസ്സേജാണ്. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് മെയിൻ സാധനം. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ജോലി അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്താക്കുക ആ ഒരു ഇതിൽ എനിക്ക് തരിക. അല്ലാണ്ട് വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ കിട്ടാത്തിട്ട് നിങ്ങളറിയോ സലാം ചൊല്ലിയിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, മീൻസ് ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു മെസ്സേജ് നോക്കുന്നതിനെടുക്കാന്ന് മെസ്സേജ് വന്നത് 2 ദിവസം മുന്നേ. അതിലെന്താ ചെയ്തതിനാണെന്നറിയാളൂ, ഇബിലീസിന് ഷെയ്ത്താൻ ആരെങ്കിലും സലാം ചൊല്ലും. എന്ത് കഷ്ടം നോക്കിയാട്ടല്ലേ ഒരു വ്യക്തിനെ ഒരു ചെയ്യുന്ന ഒരു കാര്യത്തിലൊരു മനസ്സിലാക്കേണ്ട ഒരു ബോധം ഇല്ലെങ്കിൽ നമ്മളെന്ത് ഇവരെല്ലാം കുറിച്ച് പറയണ്ടേ. ഒരാൾക്ക് 1000-2000 മെസ്സേജിൽ ഒരു ഒറ്റയടിക്ക് വന്നാൽ എങ്ങനെ ഒരാളെ കൊണ്ട് നോക്കി തീരാനാണ്? ചിന്തിച്ചാൽ പോരെ. ഓരോരാൾക്ക് മറുപടി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിക്കോ, ആരോടും ചോദിച്ചോക്കെ കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാരുണ്ടോ? എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഇപ്പോൾ ഈ 2 ദിവസം 3 ദിവസം 4 ദിവസം കൂട്ടണ്ട. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിലായിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരാൾക്ക് മെസ്സേജ് റിപ്ലൈ കിട്ടാനുണ്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലുമായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ജോക്ക് നടക്കുന്നുണ്ട്, പണിയായി കൊടുക്കുന്നുണ്ട്. ആകാത്ത ആൾക്കാരുണ്ട്, നടക്കാത്തതെല്ലാം ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. അല്ലാണ്ട് ചൂടായിട്ടൊന്നും കാര്യമില്ല. സമാധാനത്തിൽ നിങ്ങൾക്ക് ദൈവം വിധിച്ച പണി അത് നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങളെ കഴിയുമ്പോൾ തന്നെ സുരക്ഷിതമായിട്ട് എത്തും. ആ ഒരു വിശ്വാസത്തിൽ ഇൻഷാ അല്ലാഹ് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ല നേരുന്നു. ടേക്ക് കെയർ, ബൈ.